കുക്കിംഗ് വളരെ ഇഷ്ടപ്പെട്ട മേഖലയൊന്നും അല്ലെങ്കിലും ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ പിന്നെ ഇന്ന് ചെറിയൊരു മീനച്ചാറ് ട്രൈ ചെയ്യാമെന്ന് ഓർത്തു. അച്ചാറിന് മെയിനായിട്ട് വെളുത്തുള്ളി ഇഞ്ചിയും പൊളിക്കലാണല്ലോ. ഇത് പൊളിക്കാൻ ഭയങ്കര മടിയായതുകൊണ്ട് ഓവനിലൊരു 10 സെക്കൻഡ് വെച്ച് കറക്കിയിട്ട് എടുത്തേ. ഞാനിതൊരു റീൽസിൽ കണ്ടതാണ്. പക്ഷേ സംഭവം എനിക്ക് അധികം വർക്കൗട്ടൊന്നും ആയില്ല. അതിരുന്ന് വെന്ത് പോകുമെന്നോർത്ത് ഞാൻ പെട്ടെന്ന് എടുത്തു. അത് കഴിഞ്ഞ് പതുക്കെ ഓരോ വെളുത്തുള്ളി ഇങ്ങനെ പൊളിച്ച് പൊളിച്ച് വരുമ്പോൾ അതിന് സമയം എടുക്കുമല്ലോ. ആ പാത്രത്തിന് പുറത്തിരിക്കുന്നതേക്കോട്ട് വെളുത്തുള്ളി അത് ഞാൻ ഈയിടെ കണ്ടുപിടിച്ചതാണ് കേട്ടോ. സാധാരണ വെളുത്തുള്ളി ഇങ്ങനെ പല അല്ലികളായിട്ടല്ലേ വരുന്നത്. ഇത് ഈ ഒറ്റ അല്ലി നമ്മുടെ ഈ സവോളയൊക്കെ പോലെ ഇരിക്കും. അത് പൊളിക്കുന്നത് ഞാൻ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്, അത് ഞാൻ കാണിക്കാം കേട്ടോ. ഇത് പൊളിച്ചിരിക്കാൻ തന്നെ കുറേ സമയം പിടിക്കും. പിന്നെ സൈഡിലൊരു മൂവിയൊക്കെ പ്ലേ ചെയ്ത് അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് തുടങ്ങിയത്. എന്താവുമെന്ന് അറിയത്തില്ല. ഇതങ്ങനെ ഭയങ്കര വലിയ റെസിപ്പിയൊന്നും അല്ല. ജസ്റ്റ് ഞാൻ എൻ്റേതായ രീതിയിൽ ഞാൻ തന്നെ ഇൻവെൻറ്റ് ചെയ്ത റെസിപ്പി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഏറ്റവും മടി പിടിച്ചിരിക്കുന്നവർക്ക് അച്ചാറിടാനുള്ള ഒരു റെസിപ്പി, അതേ ഉള്ളൂ കേട്ടോ. നാട്ടിലെ വെളുത്തുള്ളിയേക്കാളും ഇവിടുത്തെ വെളുത്തുള്ളിക്ക് കുറച്ച് മുഴുപ്പ് കൂടുതലുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നാട്ടിലൊരു 5 വെളുത്തുള്ളി ഇടുന്ന സ്ഥാനത്ത് ഇവിടെ ഒരു ഒരെണ്ണം ഇട്ടാലും മതിയാവും. ഇതെന്തോരം പൊളിച്ചിട്ടെല്ലാം തീരുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് ചെയ്യുന്നത്. ഇത് സംഭവം പേസ്റ്റായിട്ടൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. പിന്നെ മേടിക്കാൻ പോകാനുള്ള മടികൊണ്ടും ഉള്ളതിങ്ങനെ എടുക്കാമെന്നുള്ള ഒരു ഇതുകൊണ്ടുമാണ് നമ്മളിത് ചെയ്യുന്നത്. സത്യത്തിൽ പേസ്റ്റായിട്ട് മതിയായിരുന്നു എന്ന് ഞാനിതെടുത്ത് പോർത്തു. പിന്നെ വെളുത്തുള്ളി അച്ചാറല്ല, നമ്മൾ മീനച്ചാറാകട്ടോ ഇടാൻ പോകുന്നത്. അത് ഞാൻ പറഞ്ഞായിരുന്നോ എന്തോ. എനിവേ നമ്മൾ മീനച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വെളുത്തുള്ളി പൊളിച്ചത് ഫ്രോസറായിട്ട് കഴിഞ്ഞ തവണ മലയാളിക്കടയിൽ പോയപ്പോൾ ഞാൻ കണ്ടായിരുന്നു. പിന്നെ അപ്പം തന്നെ നമുക്കതങ്ങ് പെട്ടെന്ന് അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കുമല്ലോ. അതുകൊണ്ട് ഞാനതെടുത്തില്ല. നെക്സ്റ്റ് ടൈം എന്താണെങ്കിലും അതുപോലൊരു പാക്കറ്റ് മേടിച്ച് വെക്കണം. ഇന്ന് പൊളിക്കുക എന്നുള്ള പരിപാടി ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ഏർപ്പാടാണ്. എന്തോരം ചെയ്തിട്ടും ഇതൊട്ട് തീരുമോ അതുമില്ല. അങ്ങനെ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഞാൻ ആകെ എടുത്തേക്കുന്നത് വെളുത്തുള്ളി, ഇഞ്ചി, ഉലുവ, കായം, പിന്നെ കറിവേപ്പില, മീൻ, മുളക് പൊടി, ഈ 7 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് എൻ്റെ ഈ അച്ചാർ. സാധാരണ അച്ചാറിന് ഇത്രയും ഇൻഗ്രീഡിയൻസ് അയ്യോ മറന്നുപോയി. വിനാഗിരിയും കൂടെ വേണം. പിന്നെ നല്ലെണ്ണ ഉണ്ടെങ്കിൽ അത്യുത്തമം. ഈ നാട്ടിലൊക്കെ നമ്മൾ ഈ നല്ലെണ്ണയൊക്കെ ഇട്ട് അച്ചാർ വെക്കുന്നത് ഈ ലോങ് ലാസ്റ്റ് ചെയ്യാനെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു അച്ചാറൊക്കെ കിട്ടുന്ന 2 ദിവസം കൊണ്ട് തന്നെ നമ്മൾ കയറി ഇറങ്ങി തീർന്നു പോകും. ഞാൻ നേരത്തെ പറഞ്ഞ വെളുത്തുള്ളിയില്ലേ, അതിതാട്ടോ. നല്ല വലിയ സവോള പോലെ ഇരിക്കും. പക്ഷെ അത് പൊളിച്ച് കഴിയുമ്പോൾ നമ്മൾ വെളുത്തുള്ളി തന്നെയാണ്. അതിൻ്റെ അകത്ത് അല്ലികളൊന്നുമില്ല. നമ്മൾ സവോള മുറിക്കുന്ന പോലെ തന്നെ ഞാൻ വലിയ ഷോയ്ക്ക് കാണിച്ച് മുറിക്കുന്നുണ്ട്. സത്യത്തിൽ ആ കത്തിക്ക് നല്ല മൂർച്ചയുണ്ട്. പിന്നെ മൂർച്ചയുള്ളൊരു കത്തി എടുത്ത് ഇന്നാളെൻ്റെ കൈ മുറിച്ച് ആ മുറിവ് ഉണങ്ങി വരുന്നേ ഉള്ളൂ. വെറുതെ ഇനി കൂടുതൽ പണിത് പെട്ടെന്ന് കാണിക്കുന്നതിലും ഭേദം പതുക്കെ അറിയാവുന്ന പോലെ ചെയ്താൽ പോരെ. അതുകൊണ്ടാണ്. പിന്നെ ഇതിലൊരു പെർഫെക്ഷനോ ഭയങ്കര ഒരു വലിയ കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല. ജസ്റ്റ് ഞാൻ ക്യാപ്ചർ ചെയ്യുന്നു. ഇത് പിന്നെ എപ്പോഴേലും കണ്ടാൽ എനിക്ക് സന്തോഷിക്കാം. പിന്നെ കൂട്ടത്തിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു നേരം പോക്ക്, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വലിയ പെർഫെക്ഷൻസ് എൻ്റെ വീഡിയോയിൽ പ്രതീക്ഷിക്കരുത്. എനിക്കതിന് ഭയങ്കര മടിയാണ്. ഇത് തന്നെ എത്ര മടി പിടിച്ചാന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മൾ പൊളിച്ച് വെച്ച സാധനങ്ങൾ നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം. ഞാൻ നാട്ടിലെ കുക്കിംഗ് വീഡിയോ കണ്ടപ്പോൾ അവർ വെളുത്തുള്ളിയൊക്കെ ഓരോ അല്ലി വീതം തന്നെ ഇടുന്നത് കണ്ടത്. പിന്നെ ഇവിടുത്തെ വെളുത്തുള്ളിക്ക് ഓൾറെഡി മുഴുപ്പ് കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് പിന്നെ അത് ഞാൻ നോക്കിയില്ല, ഞാനങ്ങ് അരിഞ്ഞു. സത്യത്തിൽ ഇത്രയും ഇങ്ങനെ അരിയണമെന്നും എനിക്കറിയില്ല, ഞാൻ പറഞ്ഞല്ലോ. ഇത് കണ്ടുപിടിച്ചത് ഞാൻ തന്നെയാണ്, കുക്ക് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്, കഴിക്കാൻ പോകുന്നത് ഞാൻ തന്നെയല്ല. എൻ്റെ കെട്ടിയവരും കൂടെ കഴിക്കണമല്ലോ. നമ്മുടെ എല്ലാ വിധത്തിലുള്ള പരിപാടികൾക്കും പ്രോത്സാഹനം തരുന്നത് അവരാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ കഴിക്കാനുള്ളൂ. അതുകൊണ്ട് അധികം വലിയ പെർഫെക്ഷനൊന്നും വേണ്ട. അങ്ങനെയാണ് നടക്കുന്നത്. കണ്ടില്ലേ, ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ മൂവിയൊക്കെ പ്ലേ ചെയ്യുന്നുണ്ട്. സത്യത്തിൽ അത് കേട്ടോണ്ടാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാനൊരു റീല് കണ്ടപ്പോൾ കണ്ടതാണ്. എനിക്ക് പഴയ മൂവീസിനോടാണ് താല്പര്യം. ഇപ്പോഴത്തെ കാലത്തെ പുതിയ മൂവീസൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. എന്ന് വെച്ചാൽ ഞാൻ തിയേറ്ററിൽ പോകാറില്ലെന്നോ മൂവീസ് കാണാറില്ലല്ലോ എന്നല്ല, വേറൊരു നിവൃത്തിയില്ലെങ്കിൽ ഞാൻ കാണും. എനിക്ക് ഈ പഴയ ഗ്രാമാന്തരീക്ഷം അതൊക്കെ കേട്ടോ ഇഷ്ടം. ഞാൻ സമയം എടുത്തരിഞ്ഞ എൻ്റെ വെളുത്തുള്ളി ഇഞ്ചി. ഒരു വെളുത്തുള്ളി മറ്റൊരു വെളുത്തുള്ളിയായിട്ട് ഐഡൻറ്റിക്കൽ അല്ല. എല്ലാത്തിനും അതിൻ്റേതായ വ്യത്യസ്തതകൾ വേണമല്ലോ. പിന്നെ ഈ മീനാണ് നമ്മൾ എടുക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസം മലയാളിക്കടയിൽ പോയപ്പോൾ നമ്മൾ മേടിച്ചതാണ്. നമ്മുടെ നാട്ടിലെ കൊഴുവയുടെ, ഞങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് കേട്ടോ പറയുന്നത്, അതിൻ്റെ ഒരു
വകഭേദം. പക്ഷേ അതിന് ഉപ്പൊന്നുമില്ല. എന്താണോ എന്തോ. അതേതായാലും അവർ നല്ല കഴുകി ക്ലീൻ ചെയ്ത് വരുന്ന സാധനമാണ്. എണ്ണക്കുപ്പിയിലൊക്കെ നല്ലെണ്ണയാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ ആദ്യം ഈ മീനങ്ങ് വറുത്തെടുക്കണം. ഇത് വറുത്തെടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കറുമുറ വറുക്കണം എന്നില്ല. ജസ്റ്റ് ഒന്നൊന്ന് വെന്ത് വരിക. ഓൾറെഡി ഇത് നല്ല സെറ്റായിട്ടിരിക്കുന്ന സാധനം. എന്നാലും നമ്മുടെ ഒരു മനസ്സമാധാനത്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ എനിക്ക് എണ്ണ വളരെ കുറവാണ് ഞാൻ ഒഴിച്ചത്. അതെനിക്ക് വളരെ വൈകിയാണ് മനസ്സിലായത്. കുറേ ചുറ്റും പുക വന്നപ്പോഴാണ് എനിക്ക് ആ സത്യം തിരിച്ചറിയാൻ സാധിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് ഇതിൻ്റെ സെക്കൻഡ് ബാച്ച് ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ നല്ലപോലെ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു കുറവ് അതിൽ ഞാനങ്ങ് നികത്തി. അതുകൊണ്ട് പിന്നെ ഇതിൽ കുറച്ച് കറുമുറായി പോയിട്ടുണ്ട്. പിന്നെ മറ്റേത് നമ്മൾ അതിൽ നികത്തി വേവും ഇതും എല്ലാം കറക്റ്റ് ചെയ്തല്ലോ. എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയണേ? ആവും, എന്തെങ്കിലുമൊക്കെ പറയാം. അപ്പോൾ പിന്നെ ഇത് വലിയ ഷോയ്ക്ക് വേണ്ടി വെച്ചതാട്ടോ ടിഷ്യൂ പേപ്പറിൽ. ആക്ച്വലി ടിഷ്യൂ പേപ്പർ ഇട്ട് വെച്ചത് വളരെ നല്ലതാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. മിച്ചമുള്ള എണ്ണയൊക്കെ വലിച്ചെടുക്കുമെന്ന് പറയപ്പെടുന്നു. എനിക്കങ്ങനെ വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. കാരണം നമ്മുടെ ഫസ്റ്റ് ബാച്ചിൽ അധികം എണ്ണ ഇല്ലായിരുന്നല്ലോ. ഇതാണ് സംഭവം. പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോഴാണ് ശരിക്കും ഇത് കുന്നുപോലെ കൂട്ടി വെക്കാണ്ട് നിരത്തി ഇട്ടിട്ടല്ലേ കാര്യമുള്ളൂ. എന്ത് ചെയ്യാം. നമ്മൾ ആ മീൻ മൊത്തം വറുത്ത് കോരി മാറ്റി വെച്ച് അത് കഴിഞ്ഞ് അതേ പാത്രം തന്നെ എടുക്കണം. അതേ പാത്രത്തിലോട്ട് തന്നെ നമ്മൾ മിച്ചമുള്ള സാധനങ്ങളൊക്കെ എടുക്കുന്നു. മിച്ചമുള്ള സാധനങ്ങൾ മീൻസ് വെളുത്തുള്ളി, ഇഞ്ചി, കരിയാപ്പില നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് കേട്ടോ. നിങ്ങൾ ഫ്രീസറിൽ വെച്ചതാണ്. നന്നായിട്ട് ഒരു കളർ ചേഞ്ച് ഉണ്ട്. പക്ഷേ സംഭവത്തിന് ടേസ്റ്റ് നാട്ടിലെ ടേസ്റ്റ് തന്നെ വരുന്നുണ്ട്. ഇവിടുന്ന് വാങ്ങുന്ന കരിയാപ്പിലൊന്നും നാട്ടിലെ അതേ ഫ്ലേവർ കിട്ടണില്ല. ഇതിലോട്ട് നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഉലുവ ഇട്ടിട്ടില്ലല്ലോ. സത്യം ഉലുവയൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ വെളുത്തുള്ളി ഇടുന്നത്. അപ്പം തന്നെ നമ്മൾ പാത്രത്തെ രണ്ടായിട്ട് പാർട്ടീഷൻ ചെയ്തു. ഒരു സൈഡിൽ വെളുത്തുള്ളി മൂവിക്കുന്നു, ഒരു സൈഡിൽ മറ്റേ ഉലുവ വേവിക്കുന്നു. എങ്കിലും പാത്രം കഴുകാനുള്ള മടിയുണ്ട്. അതേ പാത്രത്തിലോട്ട് തന്നെ നമ്മളൊരു സൈഡിൽ ഉലുവ ഇടുന്നു. പൊടി തപ്പി പോയപ്പോഴാണ് മുളക് പൊടിയാണെന്ന് ഓർത്തത് എടുത്തത് മീറ്റ് മസാലയുടെ പാക്കറ്റാണ്. ടിന്നിലൊക്കെ പേരെഴുതി വെക്കണം എന്നൊക്കെ ഞാൻ ചിന്തിക്കും. പിന്നെ എൻ്റെ മടിയുടെ കൂടുതലുകൊണ്ട് അതിന് പറ്റിയില്ല. അങ്ങനെ നമ്മൾ മുളക് പൊടി പാത്രം കറക്റ്റായിട്ട് കണ്ട് ഉലുവയിട്ട് ഇതിൻ്റെയൊക്കെ കണക്ക് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ ഷാൻജിയോ അങ്ങനെയൊന്നും അല്ലല്ലോ. ഷാൻജിയോയുടെ കുക്കിംഗ് റെസിപ്പീസ് കണ്ടിട്ടാണ് ഞാൻ കുക്ക് ചെയ്യാൻ പഠിച്ചു തുടങ്ങിയത്. അതുകൊണ്ട് എനിക്ക് കണക്കൊന്നും പറയാനറിയില്ല. എല്ലാം ഒരു കൈ കണക്ക്, എല്ലാം ഒരു വിശ്വാസമാണല്ലോ. ആ വിശ്വാസത്തിന് പുറത്ത് നമ്മൾ കിട്ടുന്ന എല്ലാം വാരിയിടുന്നു. എന്നിട്ട് അതൊന്ന് നല്ല സ്മെല്ലായിട്ട് വരുമ്പോൾ ഗോൾഡൻ ബ്രൗൺ കളർ. ഈ ടൈമൊക്കെ എനിക്ക് കിട്ടിയത് ഷാൻജിയോടെ വീഡിയോ എന്നാണ് കേട്ടോ. കൊള്ളാം അല്ലേ? ഏതായാലും അത് നല്ലതായിട്ട് വഴണ്ട് വരുമ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന മുളക് പൊടി ആവശ്യത്തിന് ഇടുക. പിന്നെ ആ മീൻ വറുത്തത് കോരി വെച്ചതും കൂടി ഇടുക, മിക്സ് ചെയ്യുക. ഇത് കഴിഞ്ഞ് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ എടുക്കാൻ വിട്ടുപോയ പോർഷനുണ്ട്. കുറച്ച് കായവും പിന്നെ വിനാഗിരിയും. ഇതിൽ നമ്മൾ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ല. വെള്ളത്തിന് പകരം ഞാൻ വിനാഗിരിയൊക്കെ നല്ലപോലെ ഒഴിച്ച് സെറ്റാക്കി ലാസ്റ്റ് നമ്മുടെ അച്ചാർ ഒരു കുപ്പിയിലിട്ട് വെച്ചു. ഈ പാത്രത്തിലിരുന്ന് അതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടാണ് അച്ചാർ കുപ്പിയിലിടുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. എൻ്റെ അമ്മയൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ്. പിന്നെ നമുക്കത്ര ക്ഷമ ഇല്ലല്ലോ. അതുകൊണ്ട് അപ്പം തന്നെ കുപ്പിയിലാക്കി അടച്ചു വെച്ചു. എന്താകും അവസ്ഥ എന്ന് അച്ചാർ പൊട്ടിക്കുമ്പോൾ നമ്മുടെ ചീഫ് ടെസ്റ്റർ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കഴിയുമ്പോൾ കഴിച്ചു നോക്കിയിട്ട് ഞാൻ അഭിപ്രായം പിന്നീടുള്ള എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ രേഖപ്പെടുത്താം കേട്ടോ. ഇത് നന്നായിട്ട് വഴണ്ട് വരുമ്പം ഞാൻ മുളക് പൊടി ഇട്ടത് ആ ടിന്നോടെ കമത്തുകയാണ് ചെയ്തത്. കാരണം അതിൽ എടുത്ത് മാറ്റി വെക്കാനില്ല. പിന്നെ ടിന്ന് തീർന്നാലേ അടുത്ത ബാച്ച് നമ്മൾ പൊട്ടിച്ചിടുകയുള്ളൂ. അതുകൊണ്ട് എന്താണെങ്കിലും ഇടട്ടെ എന്ന് കരുതി ഇട്ടതാണ്. പക്ഷേ സത്യം പറഞ്ഞത് കാശ്മീരി മുളക് പൊടിയായിരുന്നു. അച്ചാർ ഇട്ട് കഴിഞ്ഞ് ഒരെണ്ണം ടേസ്റ്റ് ചെയ്തപ്പോഴാണ് ഒട്ടും എനിക്ക് എരിവ് ഫീൽ ചെയ്തില്ല. പിന്നെ കൂടുതൽ ഇടാനും ഒരു മടിയാണ്. സത്യത്തിൽ ഇത്രയും മീൻ കുറച്ചധികം അരപ്പുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ടേസ്റ്റി ആവും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ വെളുത്തുള്ളി കരിയുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മെനക്കേടുള്ള പരിപാടിയാണ്. ഇതൊക്കെ ചെയ്യണമെങ്കിൽ ക്ഷമ വേണം. അതിന് മാത്രമുള്ള ക്ഷമയൊന്നും നമ്മുടെ അടുത്തില്ല. അത്ര ക്ഷമയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എവിടെയായേനെ. അത് കഴിഞ്ഞ് ഇതൊക്കെ ആയി മുളകൊക്കെ മൂപ്പിച്ച് ഞാൻ പറഞ്ഞില്ലേ, ആ മീൻ മൊത്തം ഇട്ട് ഒന്ന് ഇളക്കി കൂട്ടി എടുത്ത് കഴിഞ്ഞ് കുറച്ച് വിനാഗിരി, കായത്തിൻ്റെ ടിന്നൊക്കെ അവിടെ ഇരിപ്പുണ്ട്. പക്ഷേ നമ്മളിട്ടില്ല. ഇതിനിടയ്ക്ക് ഞാൻ ഉപ്പിടുന്ന കാര്യം പറയാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. എപ്പോഴെങ്കിലുമൊക്കെ ഉപ്പിടുക. കാരണം നമ്മൾ തന്നെയാണോ കഴിക്കുന്നത്. പിന്നെ നമ്മളാരും പ്രൊഫഷണൽസ് അല്ലല്ലോ. ജീവിക്കാൻ വേണ്ടി പാചകം ചെയ്ത് ജീവിക്കുന്നവരല്ലേ. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ അപ്പം തന്നെ ടെപ്പിയിലിട്ട് നിറച്ച് വെച്ചു. അതിൻ്റെ സൈഡ് നമ്മൾ ഭംഗിയാക്കാൻ വേണ്ടി ഞാൻ ടിഷ്യൂ പേപ്പർ ഇട്ട് തുടയ്ക്കാൻ ശ്രമിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിലും അത് ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. സോ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ബൈ.